എഗ്ഗ് പൊരിച്ച്, മുട്ട പൊരിച്ച് അഥവാ മുട്ട വറവ്. ഇതുണ്ടാക്കാൻ ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, 2 പച്ചമുളക് വഴുത്തിട്ട് ചുവന്ന മുളകായിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ എടുത്തത് 2 മുട്ടയാണ്. 2 മുട്ട കട്ട് ചെയ്തെടുത്ത് ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട മഞ്ഞയും വെള്ളയും ഒന്ന് നന്നായി മിക്സായി വന്നാൽ നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങ എടുക്കാം. തേങ്ങ അഡീഷണലാണ്, സാധാരണ തേങ്ങ ഉപയോഗിക്കാറില്ല. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകിലേക്ക് നമുക്ക് ഇനി അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം, വേവിപ്പിച്ചെടുക്കാം. സവാള വെന്ത് വന്നാൽ നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം സവാളയുമായി. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം, ഒന്ന് വേവിപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും മസാലയുമൊക്കെ ഈ ഉള്ളിയിലും തക്കാളിയിലൊക്കെ നന്നായി പിടിക്കുന്ന രീതിയിൽ. ഇപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ച് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മുട്ട ഈ തക്കാളിയുടെയും ഉള്ളിയുടെയും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട പൊരിച്ച് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മുട്ടയും കൂടി വെന്ത് വന്നാൽ നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാണ് മുട്ട പൊരിച്ച്. ഇതിപ്പോൾ രാവിലത്തെ ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഉച്ചക്കത്തെ ചോറിൻ്റെ കൂടെയും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഈ മുട്ട പൊരിച്ച്. മുട്ട കൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യണം. ഈ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. വേറെയും നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക് യു.